അവിടെ പള്ളിയില്ലേ, പള്ളി കമ്മിറ്റിയില്ലേ, മഹലില്ലേ, അവിടെ പണ്ഡിതന്മാരില്ലേ, അവർ ഉസ്താദുമാരില്ല ആ നാട്ടിൽ, അവരൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ഇങ്ങനെയൊക്കെ പോയി ചെയ്യുന്നത് എന്തെന്ന്? ഓക്കെ, ഓണം ആഘോഷത്തെ കുറിച്ച് പെൺകുട്ടികൾ മുസ്ലിം സ്ത്രീകൾ ഡാൻസ് കളിച്ചതിനെ കുറിച്ചിട്ട് ഇയാൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മൊത്തത്തിൽ ഞാൻ വെച്ചു തരാം. അതായത് പ്രധാനമായിട്ടും പള്ളി കമ്മിറ്റിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഡാൻസ് കളിച്ചവരുടെ ഉമ്മാക്കും ഉപ്പാക്കും, അതായത് ഉമ്മയോടും ഉപ്പയോടും ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ വെച്ചു തരാം. എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയാം. അതായത് ഓണം ആഘോഷിക്കണോ, ഇയാൾ പറഞ്ഞതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ, മുസ്ലിം പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നല്ലവരായ മുസ്ലിമീങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം. അതായത് ഓണം ആഘോഷിക്കണോ വേണ്ടേ എന്ന് ഒരു ഉസ്താദ് പറയുന്നുണ്ട്. നമുക്ക് അത് ആദ്യം കേൾക്കാം. ഓക്കെ, ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. ഈ ഓണം ആഘോഷിക്കുന്നതിനോ പൂക്കളം ഇടുന്നതിനോ സദ്യ കഴിക്കുന്നതിനോ പായസം കുടിക്കുന്നതിനോ ഒന്നും ഇസ്ലാമിൽ ഒരു പ്രശ്നമില്ല. പൂക്കളത്തിനോടോ പൂക്കളോടോ സദ്യയോടോ പായസത്തിനോടോ ഇസ്ലാമിന് ഒരു വിരോധമല്ല. അങ്ങനെ ചില വസ്തുക്കളോടുള്ള പ്രത്യേക വിരോധം ഇസ്ലാമിന് വരേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഈ ഓണാഘോഷത്തിന്റെ പ്രശ്നം വരുന്നത് എവിടെയെന്ന് അറിയാം നിങ്ങൾക്ക്? നമ്മൾ ഈ ഇസ്ലാമിക പണ്ഡിതന്മാർ നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച്, ഹജ്ജിനെ കുറിച്ച്, ഉംറയെക്കുറിച്ച്, നോമ്പിനെ കുറിച്ചിട്ടൊക്കെ, നമ്മുടെ ഇബാദത്തുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ ഹിന്ദു മതത്തിലുള്ള പണ്ഡിതന്മാർ, അവിടുത്തെ ഗ്രന്ഥം പഠിച്ച, ഒരുപാട് വർഷം ആ മതത്തിനെ കുറിച്ച് അറിയുന്ന പഠിച്ച പണ്ഡിതന്മാർ തന്നെ ഓണാഘോഷത്തെ വിലയിരുത്തുന്നത്, പഠിപ്പിക്കുന്നത്, പകർത്തി കൊടുക്കുന്നത് ഈ ആഘോഷം ഒരു പ്രത്യേക ആചാരമാണെന്നും ആരാധനയാണെന്നുമാണ്. അവർ തന്നെ ഒരു ആരാധനയായി, ആചാരമായി കാണുന്ന ഒരു സംഭവത്തിൽ മറ്റു മതസ്ഥർ ഇടപെടാൻ പാടില്ല എന്നതൊരു ധാർമ്മിക ഉപദേശമാണ്. അത് എല്ലാ മതത്തിലും എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഒരു ഓണാഘോഷത്തിന്റെ വിഷയം മാത്രമല്ല അത്. പക്ഷെ ഞാൻ ആലോചിക്കണം അതല്ല, എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി, പങ്കാളികളാവാൻ വേണ്ടി എന്തിനാണ് സ്വന്തം മതത്തിലെ ഒരു ആരാധനയെ, ആചാരത്തെ അത് വെള്ളം കലർത്തിയിട്ട് അത് ആരാധനയല്ല എന്നും ആചാരമല്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത് എന്നാണ്. ഇനി അതൊന്നും ഒരു ആരാധനയോ ആചാരമോ അല്ല എങ്കിൽ, ആ മതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമേ അല്ല എങ്കിൽ ഓണാഘോഷം നടത്തുന്നതിന് എന്താണ് പ്രശ്നം? ഓക്കെ, ഇത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. അതായത് ഇൽമ പഠിച്ച, എല്ലാം അറിയുന്ന ഒരു ഉസ്താദ് പറയുന്നുണ്ട് ഓണം ആഘോഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന്. ഒരു കാര്യം ആദ്യം തന്നെ പറയാം, നമ്മൾ ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ, അതായത് അതിനുശേഷം ക്രിസ്മസ്, ഓണം, ദീപാവലി, പെരുന്നാള്, നോമ്പ് എന്നൊക്കെ പറയുന്നത് തന്നെ തെറ്റാണ്. കാരണം നമ്മളെല്ലാവരും ഒന്നാണ്, ഒരു ചോരയാണ്. ഒരു കുഞ്ഞു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ആ കുട്ടികളുടെ ഡാൻസ് കളിയെ കുറിച്ച് പറയാം. പൊന്നു പ്രേക്ഷകരെ, ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് ഈ ലോകത്ത് ഒരൊറ്റ ദൈവമുള്ളൂ, ആ ദൈവം മനുഷ്യ ദൈവം. ആ ദൈവത്തെ നമ്മൾ വ്യത്യസ്ത പേരിൽ, വ്യത്യസ്ത രീതിയിൽ ആചരിക്കുന്നു. പെരുന്നാളായിട്ടും ദീപാവലിയായിട്ടും ക്രിസ്മസ് ആയിട്ടും നമ്മൾ ആ ഒരു ദൈവത്തെ അള്ളാഹു എന്നും യേശു എന്നും രാമനെന്നും നമ്മൾ വ്യത്യസ്ത പേരിൽ വിളിക്കുന്നു. പൊന്നു പ്രേക്ഷകരെ, ഇവിടെ 3 ദൈവം അല്ലെങ്കിൽ 4 ദൈവമുണ്ടോ? ഒരൊറ്റ ദൈവമല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ? ഒരു കാര്യം പറയാം. അതായത് അമൈ വ്ളോഗ് എന്ന് പറയുന്ന ഒരാൾ ഇന്നലെ മുസ്ലിം സ്ത്രീകൾക്കെതിരെ പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം വേറൊരു കാക്കയും രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറയുന്ന വീഡിയോ ഞാൻ വെക്കാം. ഒരു കാര്യം പറയാം. അതായത് ഈ പറയുന്ന മുസ്ലിം സ്ത്രീകൾ നടു റോട്ടിൽ ഡാൻസ് കളിച്ചതിൽ എനിക്ക് എതിർപ്പുണ്ട്. അതായത് വണ്ടി തടസ്സങ്ങൾ. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാം. അവരുടെ ഇഷ്ടമാണ് ഓണം ആഘോഷിക്കുന്നത്. നമുക്കാർക്കും ചോദ്യം ചെയ്യാനുള്ള ഒരു അധികാരവുമില്ല. അവർ കുട്ടികളല്ലേ, അവരാഘോഷിക്കട്ടെ. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ മുസ്ലിം മതപ്രകാരം ഒരു പക്ഷേ തെറ്റുണ്ടാവും. അത് പറയാൻ ഞാൻ മതം പഠിച്ചിട്ടില്ല. അത് പറയാൻ ഇവിടെ വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്, ഉസ്താദന്മാരുണ്ട്. എല്ലാവർക്കും ക്ലിയറായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഓണം ആഘോഷിക്കുന്നത് മുസൽമാൻ, അതായത് ഒരു മുസ്ലിം ഓണം ആഘോഷിക്കുന്നത് തെറ്റെന്നാണ് കുറേ പേര് പറയുന്നത്. അവർക്ക് ക്ലിയറായി കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് പറഞ്ഞത് വെച്ചത്. ഓക്കെ, ഓണം ആഘോഷിക്കുന്നത് ശരിയെന്ന് തോന്നുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തായാലും അമൈ വ്ളോഗർ എന്ന് പറയുന്ന ഒരാൾ പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അതും ഒന്നൊന്നായിട്ട് കേട്ടിട്ട് അതിനുള്ള തക്കതായിട്ടുള്ള മറുപടി കൊടുക്കാം. ഓക്കെ, കേരളത്തിലെ തട്ടത്തിൻ മറയത്ത് മുസ്ലിം പെൺകുട്ടികളുടെ ഹലാലായ ഓണം, നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. ഓണം ചെന്നൊരു ആഘോഷം, അത് ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ. അതിനുള്ള റൈറ്റ്സും ഫ്രീഡമും അവർക്കുണ്ട്. പക്ഷേ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മാപ്പിള പെൺമക്കൾ പോയി തെരുവിൽ ഡാൻസ് ചെയ്യുന്ന എന്തിനാണ്? അവർക്ക് അവരുടെ വീട് ആരാണ് ഈ പെർമിഷനൊക്കെ കൊടുക്കുന്നത്? ഒരു കാര്യം പറയാം പൊന്നു സഹോദര, നിങ്ങൾ പറയുന്നത് ഒരു പക്ഷേ മതപ്രകാരമോ എന്തോ ആയിക്കൊള്ളട്ടെ. അതായത് ഇവിടെ അമൈ വ്ളോഗർ പറയുന്നുണ്ട്
മുസ്ലിം സ്ത്രീകള് അങ്ങനെ, അതായത് മുസ്ലിം സ്ത്രീകളെ അങ്ങനെ ഡാൻസ് ചെയ്യാൻ ആരാണ് അവർക്ക് പെർമിഷൻ കൊടുത്തത് എന്ന് ഈ ഒരൊറ്റ പോയിന്റ് മതി. എൻ്റെ പൊന്നു അമൈ വ്ളോഗറുടെ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവാൻ വേണ്ടിയാണ് പറയുന്നത്. അതായത് ഇത് അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നെങ്കിൽ നമ്മൾ സംസാരിച്ച് തീർക്കാം, കേസായി കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ച് തീർക്കാം. അമൈ വ്ളോഗർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ ഒരൊറ്റ പോയിന്റ് മതി കേസ് എടുക്കാൻ പോലീസ്, നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഒരൊറ്റ പോയിന്റ് മതി. അതായത് ഇന്ത്യ രാജ്യമാണ്, നമുക്ക് ആരെയും ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, നിന്നോട് ആരാടാ ഇങ്ങനെ വീഡിയോ ചെയ്യാനും ചോദിക്കുന്ന അവകാശമില്ല ആർക്കും. അതായത് ഇവിടെ പറയുന്നത് മുസ്ലിം സ്ത്രീകൾ എന്തുകൊണ്ടാണ് തെരുവിൽ ഡാൻസ് ചെയ്യുന്നത്, അവർക്ക് ആരാണ് പെർമിഷൻ കൊടുത്തത് എന്ന്. പൊന്നു സഹോദര, ഇന്ത്യ രാജ്യമാണ്, എല്ലാവർക്കും, അതായത് എല്ലാവർക്കും ഇവിടെ പുറത്തിറങ്ങി നടക്കാനുള്ള അധികാരമുണ്ട്. അത് ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഇങ്ങേര് വേറെ ചില ആഘോഷം വരുമ്പോൾ എടുത്തിട്ട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും. ഈ വിഷയത്തിൽ എന്തെങ്കിലും കേസായി കഴിഞ്ഞാൽ ഞാൻ ഡീലാക്കി തരാം. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. അവിടെ പള്ളിയില്ലേ, പള്ളി കമ്മിറ്റിയില്ലേ, മഹലില്ലേ, അവിടെ പണ്ഡിതന്മാരില്ലേ, അവർ ഉസ്താദുമാരില്ലേ ആ നാട്ടിൽ, അവരൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ഇങ്ങനെയൊക്കെ പോയി ചെയ്യുന്നത് എന്തെന്ന്? നിങ്ങളെ വീടിൻ്റെ ഉള്ളിലോ നിങ്ങളെ കല്യാണ വീട്ടിലോ അത് ചെയ്യുന്നത് നിങ്ങളത് പ്രൈവസി. ഇതൊരു പരസ്യമായിട്ടുള്ള പൊതുസ്ഥലങ്ങളിൽ പോയിട്ട് മുസ്ലിം സമുദായത്തിന് നാണക്കേടാക്കുന്ന രീതിയിൽ, മുസ്ലിം സമുദായത്തിൻ്റെ പേര് കളയിപ്പിക്കുന്ന രീതിയിൽ, ഇമേജ് കളയിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ഡാൻസ് ചെയ്യുന്നല്ലേ, അത് നിങ്ങൾക്ക് അത്ര നല്ലതല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വീണ്ടും ഒരു കാര്യം പറയാം. അമൈ വ്ളോഗറെ, നിങ്ങളോട് കണക്ക് വെറുപ്പുള്ളത് കൊണ്ടല്ല, നിങ്ങളെ എല്ലാ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണുന്ന ഒരാളാണ്. ഒരു കാര്യം പറയാം, നമുക്ക് അധികാരമില്ല ഇങ്ങനെയൊക്കെ പറയാന്. എന്താ, അവരുടെ ഇഷ്ടമല്ലേ ഡാൻസ് ചെയ്യണോ വേണ്ടതെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്. ഇത് വലിയ പ്രശ്നമാവും. ഓക്കെ, ഈ വീഡിയോ, നിങ്ങളെ വീഡിയോ നല്ല രീതിയിൽ റീച്ച് ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലേക്കായിരിക്കും ഇത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആരും പ്രശ്നമാക്കണ്ട, അദ്ദേഹത്തിന്റെ അറിവില്ലാതെ ആയിരിക്കും. ഞാൻ വീണ്ടും പറഞ്ഞു, ഈ വിഷയത്തിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇങ്ങേർക്കെതിരെ കേസായി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും ഇടപെട്ടിട്ട് അതിനൊരു സോൾവ് ആക്കാം, അതായത് കേസ് അത് ഞാൻ എന്തെങ്കിലും ചെയ്യാം. അങ്ങേർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു വ്ളോഗറാണ്, ഇനിയും വളർന്നു വരേണ്ട ഒരു വ്ളോഗറാണ്. അപ്പോൾ അങ്ങേര് ഇനി മേലിൽ ഇങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അങ്ങേർക്ക് ക്ലിയറായി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. വീണ്ടും അങ്ങേര് പറയുന്നുണ്ട് മഹല്ല് കമ്മിറ്റിക്കാർ ചോദിക്കണ്ടേ എന്ന്. വല്ലാത്ത കഷ്ടം തന്നെയാണ്. ബാക്കിയും കൂടി കേൾക്കാം. ഞാനൊരു മതേതര കാഴ്ചപ്പാടിലുള്ള ഒരു വ്യക്തി. എനിക്ക് ആരോടും ഏത് മതക്കാരനോടും വിരോധമില്ല. എല്ലാവരും നമ്മളെ ജനാധിപത്യ രാജ്യത്ത് ഒരുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല ഈ പറഞ്ഞതിൻ്റെ പേരിൽ. നമ്മളെ മുസ്ലിം സമുദായത്തിൽ പെട്ടെന്ന് കുറച്ചു ദീനും വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ആൾക്കാരെ എനിക്ക് പൊങ്കാലിടാൻ വരും. ഞാൻ പറഞ്ഞത് ഒന്നേ ഉള്ളൂ, സമുദായത്തിൻ്റെ പെൺകുട്ടികൾ തട്ടയത്തിൻ്റെ മറയത്ത് വെച്ചിട്ട് ഓണത്തിന് പാട്ട് പാടി ഡാൻസ് ചെയ്ത് അങ്ങനെ കൂത്താടി ചെയ്യുന്നത് ശരിയല്ല. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനെ ചോദ്യം ചെയ്യണം. ആരെ ചോദ്യം ചെയ്യണം? എന്തൊക്കെയാ പറയുന്നത്? ഒരു പൊന്നു ബ്രോ, സോഷ്യൽ മീഡിയ ആണ്. എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ പറയാം. ഞാൻ ഈ മേഖലയിൽ വന്നിട്ട് 1 വർഷവും 4 മാസവുമായി യൂട്യൂബ് തുടങ്ങിയിട്ട്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം നമുക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ആദ്യം എന്തൊക്കെയോ വിളിച്ച് പറയും. അണക്കെതിരെ എത്രയോ പെൺകുട്ടികൾ, സത്യസന്ധമായിട്ട് പറയാം, എത്രയോ വലിയ വലിയ ആൾക്കാരൊക്കെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് എത്ര മെസ്സേജ്. ആദ്യമൊക്കെ വളരെ നമ്മളെ നാക്ക് ശ്രദ്ധിക്കണം. അതായത് പറയേണ്ടത് വല്ലാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ് ഇങ്ങേർക്ക് ക്ലിയറായി കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ട് പബ്ലിക്കിന് മുമ്പിൽ പറയുന്നു? കുറേ പേര്, അതായത് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, കുറേ പേര് ഇങ്ങനെ വീഡിയോ ഇടുന്നുണ്ട്. എല്ലാവരോടും പോയി പറയാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയുമായി വന്നത്. അടുത്ത കാക്ക ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കേൾക്കാം. ഓണത്തിന്റെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. അത്യാവശ്യത്തിന് തുള്ളിച്ചാടലും ഒക്കെ നമ്മൾ കണ്ടു. ഇവിടെ സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ നമ്മുടെ ചില സഹോദരിമാർ പറയണത് കേട്ടു. ഏതോ ഒരു സഹോദരി പറഞ്ഞല്ലോ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. അതിന്റെ പ്രതികാരമാണ് വ്യാപകമായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. ഓക്കെ, ഒക്കെ അവരുടെ ഇഷ്ടം. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം കേട്ടോ. ഇനിയിപ്പോൾ 2-3 പേര് ഒന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യല്ലേ എന്ന്, ഉദാഹരണത്തിന്. അപ്പോൾ ഇതിലും വ്യാപിപ്പിക്കും എന്ന അർത്ഥത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരാൾ ചെയ്യണമെന്ന് പറഞ്ഞാലും ചെയ്യണ്ടെന്ന് പറഞ്ഞാലും അതിനെ മറികടക്കുന്നതിലപ്പുറം നമ്മുടെ ഉള്ളിൽ ഒരു ലജ്ജ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു മാനം, നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സണാലിറ്റി, നമുക്ക് നമ്മുടേതായ ഒരു വിശ്വാസം, നമുക്ക് നമ്മുടേതായ ഒരു ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ, ഒരു ജീവിത പൈതൃകം, അതുപോലെ തറവാടിത്തം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നീണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, ബാക്കി കേൾക്കാം. ഇങ്ങനെ പറയുന്നത് മൊത്തത്തിൽ കേട്ടിട്ട്
ഞാൻ എൻ്റെ അഭിപ്രായം ഇങ്ങേർക്കുള്ളൂ ഒരു മറുപടി കൊടുത്തൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇതനുസരിച്ച് ജീവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. അവരെ പോലെ അല്ല ഈ പുറത്തു വന്ന് ഇങ്ങനെ കാണിക്കുന്ന ആളുകൾ എന്ന് ഇവർ വ്യക്തമാക്കി തരികയാണ്. ഏതായാലും അത്തരത്തിൽ ചെയ്യുവാൻ വേണ്ടി ഒരു അവസരം കാത്തു നിൽക്കുന്നത് പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അതല്ല എങ്കിൽ ഇത്തരത്തിലുള്ള സഹോദരിമാരുടെ ആട്ടം കാണാൻ എന്തൊരു മൊഞ്ചാണ്, എന്തൊരു അഴകാണ്. അതിനുവേണ്ടി ദാഹിച്ചിരിക്കുന്നവർ അപ്പുറത്ത് കുറേ ആളുകൾ. അങ്ങനെ നിങ്ങളുടെ ഉദ്ദേശങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും വേണ്ടതുപോലെ നടക്കട്ടെ. ആരും എതിര് പറയില്ല മക്കളെ. പക്ഷെ എതിര് പറഞ്ഞാൽ നിങ്ങൾ അതിലപ്പുറം പ്രവർത്തിക്കുന്നവരാണ് എന്ന് കാണിച്ചു തരികയാണ്. അതാണോ വേണ്ടത്? അതല്ല, നമുക്ക് നമ്മുടേതായ ഒരു ജീവിത പൈതൃകമുണ്ട്, ഒരു പശ്ചാത്തലമുണ്ട്. അതനുസരിച്ച് ജീവിക്കുക എന്നതാണ് എന്ന ബോധ്യം ഉണ്ട് എങ്കിൽ അങ്ങനെ പോകാം. അങ്ങനെ പോകുന്ന ജീവിക്കുന്ന ഒട്ടനവധി സഹോദരിമാരുണ്ട്. അവർക്കാണ് എൻ്റെ ഓക്കെ. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പൊന്നു പ്രേക്ഷകരെ, ഒരു കാര്യം പറയാം, ഓണം എന്താ അല്ലേ, ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്യാൻ പോവുകയാണ് സൊമാറ്റോയിൽ നിന്ന് മറ്റേ ഓണസദ്യ. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ഇടാൻ വരാം. ഓക്കെ, ബൈ.